പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട വചനത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. പ്രാർത്ഥനയോടെ നിങ്ങളുടെ മുൻപിൽ വരാനും നിങ്ങളുമായിട്ട് വചനത്തിൽ സന്തോഷിപ്പാനും ഈ അവസരം ദൈവം ഒരുക്കി തന്നതുകൊണ്ട് ദൈവത്തിന് സകല മാനവും മഹത്വവും അർപ്പിക്കുന്നു. പ്രാർത്ഥനയോടെ ചില വചനങ്ങൾ കേൾക്കാം. പത്രോസിൻ്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 7-ാം വാക്യം. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുക. ദൈവം കരുതലിൻ്റെ ദൈവമാണ്. പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലിനെ കരുതാൻ ദൈവം ശക്തനാണ്. മാതാപിതാക്കൾ അവരുടെ രക്തത്താൽ പിറന്ന, അവരുടെ രക്തത്തിൽ ജനിച്ച സ്വന്തം മക്കൾക്ക് വേണ്ടി ചിലത് കരുതി വയ്ക്കുന്നത് പോലെ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടും ജനനം പ്രാപിച്ച് വിശുദ്ധിയിലും വേർപാടിലും ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു ദൈവ പൈതലിന് വേണ്ടി കരുതാൻ ദൈവം മതിയായ ദൈവമാണ്. ദൈവം കരുതലിൻ്റെ ദൈവമാണ്. ദൈവ പൈതലേ, നിന്റെ ജീവിതത്തിലെ സകല പ്രതീക്ഷകളും നഷ്ടപ്പെടുമ്പോഴാണ് ദൈവം നിനക്കായി വാതിലുകൾ തുറക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇനി മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. എല്ലാ വഴികളും അടഞ്ഞു. എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ചിന്തിച്ച് വ്യാകുലപ്പെട്ട് ഭാരത്തോടെ ഇരിക്കുന്ന ജീവിതമേ, ഈ വചനം നിങ്ങളോടാണ് ഈ പകലിൽ വിളിച്ചു പറയുന്നത്. ദൈവം നിനക്ക് വേണ്ടി കരുതും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവം ഒരു ദൈവ പൈതലിന് വേണ്ടി കരുതണമെങ്കിൽ അവൻ വിശ്വസിച്ചിരിക്കണം. ആരിൽ വിശ്വസിക്കണം? മനുഷ്യനിലല്ല. ബൈബിൾ പറയുന്നു, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുന്നത് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുന്നത് നല്ലത്. ചിലർ രഥങ്ങളിലും കുതിരകളിലും ആശ്രയിക്കുന്നു. നാമോ നമ്മുടെ ജീവനുള്ള ദൈവത്തിൽ ആശ്രയിക്കുന്നു. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ അവൻ ചില അനുഗ്രഹങ്ങളെ കരുതി വയ്ക്കാൻ ദൈവം മതിയായ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് മനുഷ്യനിലുള്ള ആശ്രയം വിട്ടുകളാം. നിങ്ങൾ പൂർണ്ണമായി നിങ്ങളുടെ വിശ്വാസം അർപ്പിക്കേണ്ടത് ദൈവത്തിലായിരിക്കണം. യേശുക്രിസ്തുവിലായിരിക്കണം നിങ്ങളുടെ വിശ്വാസം അർപ്പിക്കേണ്ടത്. എബ്രായ ലേഖനം 11-ാം അധ്യായം ഇപ്രകാരം പറയുന്നു, ആമേൻ. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. അപ്പോൾ നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന ആ വിഷയം നിങ്ങൾക്ക് ലഭിച്ചു എന്നുള്ള ഉറപ്പാണ്, ആമേൻ, ആ വിടുതൽ നിങ്ങളിലേക്ക് കടന്നു വരുന്നത്. സ്തോത്രം. അപ്പോൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ ഉള്ള ഉറപ്പ്, ആ പ്രാർത്ഥിച്ച വിഷയം എനിക്ക് ലഭിക്കുമെന്നുള്ള ഉറപ്പ്, ആ ഉറപ്പാണ് നിങ്ങളുടെ വിശ്വാസത്തിലേക്ക്, നിങ്ങളുടെ വിടുതലിലേക്ക് എത്തിക്കുന്നത്. നിങ്ങൾ ഏത് അവസ്ഥാന്തരത്തിൽ കൂടി മുന്നോട്ട് പോയാലും, നിങ്ങൾ ഏത് അവസ്ഥയിലായിരുന്നാലും, ഹല്ലേലൂയ, സ്തോത്രം, നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു എങ്കിൽ, ആമേൻ, ആ വിശ്വാസം നിങ്ങളെ മഹത്വത്തിലേക്ക് എത്തിക്കും. ഒരിക്കൽ മാർത്ത യേശുവിനോട് പറഞ്ഞു, ആമേൻ, ഗുരു, ആമേൻ, അടക്കപ്പെട്ടു, ലാസർ അടക്കപ്പെട്ടു, നാറ്റം വെച്ച് തുടങ്ങി 4 ദിവസമായി, ആമേൻ, ഇനി എങ്ങനെ? ആ ചിന്ത, ആ ആകുലത, മാർത്തയുടെ ഉള്ളിനകത്ത് കടന്നു വന്ന അവിശ്വാസത്തിന്റെ ചിന്ത യേശു മനസ്സിലാക്കിയിട്ട് യേശു പറയുകയാണ്, നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. ഹല്ലേലൂയ. അവിടെയും യേശു കർത്താവ് വിശ്വാസത്തിന് ഊന്നൽ കൊടുക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വിശ്വാസം, നീ വിശ്വസിക്കുന്നു എങ്കിൽ ഈ കാട്ടത്തി മരത്തോട് വേരോടെ പിടിത് കടലിൽ നട്ടുപോക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും. വിശ്വാസമാണ് സകലത്തിൻ്റെയും ആധാരമായിരിക്കുന്നത്.
ദൈവം നിനക്ക് വേണ്ടി, നിന്റെ ദേശത്ത് ദൈവം നിനക്ക് വേണ്ടി ചിലത് കരുതണമെങ്കിൽ ഒന്നാമതായി ദൈവപൈതലേ, നീ യേശുവിൽ വിശ്വസിക്കണം. പ്രൈസ് ദി ലോർഡ്. വിശ്വാസം അസാധ്യങ്ങളെ സാധ്യമാക്കുവാൻ കഴിയും. എത്ര വലിയ വിഷയമാണെങ്കിലും, എത്ര വലിയ പ്രശ്നത്തിൽ കൂടിയാണ് നീ കടന്നു പോകുന്നതെങ്കിലും, യേശുക്രിസ്തുവിലുള്ള വിശ്വാസം, ആമേൻ, നിന്നെ മഹത്വത്തിലേക്ക്, ആ ദൈവത്തിന്റെ വിടുതൽ കാണാൻ, അതാണ് യേശു പറഞ്ഞത്, ആമേൻ, നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് പറഞ്ഞത്. അപ്പോൾ ദൈവത്തിന്റെ മഹത്വം നീ കാണണമെങ്കിൽ നീ വിശ്വസിക്കണം. ആമേൻ. കർത്താവിന്റെ വചനത്തിൽ പറയുന്നു, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേലിട്ടുകൊള്ളുവിൻ. നീ ഭാരം ചുമക്കണ്ട, നീ വേദന ചുമക്കണ്ട, നീ സങ്കടം ചുമക്കണ്ട, നീ കണ്ണുനീര് ചുമക്കണ്ട. യേശു യെരുശലേം പുത്രിമാരെ നോക്കിക്കൊണ്ട് ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, യെരുശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരയുവൻ. അർത്ഥം, അവൻ കണ്ണുനീര് കണ്ട് മറികടന്നു പോകുന്ന ദൈവം അല്ല. യെസ്, നിന്റെ കണ്ണുനീര് കാണുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് പകലിൽ ഈ വചനം കേൾക്കുമ്പോൾ കുടുംബത്തിനകത്തിരുന്ന്, ഭവനത്തിന് അകത്തിരുന്ന്, വിവിധങ്ങളാകുന്ന വിഷയത്തിന്റെ നടുവിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഏതെങ്കിലും സഹോദരിമാരോ സഹോദരന്മാരോ എന്നെ കേൾക്കുന്നു എങ്കിൽ ഇന്ന് പകലിൽ ഈ പ്രവചന ശബ്ദം നിന്നോടാണ് അറിയിക്കുന്നത്. ആമേൻ, സ്തോത്രം. അവൻ നിന്റെ കണ്ണുനീര് കാണുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ പ്രശ്നങ്ങളുടെ നടുവിൽ കടന്നു വരുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ, ഹല്ലേലൂയ. പത്രോസിന്റെ പ്രശ്നത്തിന്റെ നടുവിലേക്ക് യേശു കടന്നു ചെന്നു. എന്നാ പ്രശ്നം? രാത്രി മുഴുവനും അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. ആമേൻ, സ്തോത്രം. പടകിൽ നിന്ന് ഇറങ്ങി വല കഴുകിക്കൊണ്ട് നിൽക്കുമ്പോൾ യേശു പത്രോസിന്റെ പടകിലേക്ക് കയറി പുരുഷാരത്തെ ഉപദേശിക്കുന്നതിനിടയിൽ യേശു പറഞ്ഞു, പടക് ആഴത്തിലേക്ക് നീക്കുക, പത്രോസെ, ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുക. സ്തോത്രം. നിന്റെ ആകുല ചിന്തകളെ മാറ്റുന്ന ഒരു ദൈവം. യെസ്, ഹല്ലേലൂയ. നിന്റെ വേദനകളെ, നിന്റെ പ്രയാസങ്ങളെ, നിന്റെ ദുഃഖത്തെ നല്ല വണ്ണം അറിയുന്ന ഒരു ദൈവം പത്രോസിനോട് പറഞ്ഞു, ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്ക്. പടകും വലയും, ആമേൻ, എല്ലാം കാലിയായ അനുഭവത്തിൽ തന്റെ പ്രശ്നത്തിലേക്ക് യേശു കയറി. ഇന്ന് പകലിൽ ഈ പ്രവചന ശബ്ദത്തിന്റെ മുൻപിലായിരിക്കുന്ന, ഈ വചനത്തിന്റെ മുൻപിലായിരിക്കുന്ന ദൈവ പൈതലേ, നിന്നോട് പറയാൻ ഒരു ദൂതുണ്ട്. നിന്റെ പ്രശ്നത്തിലേക്ക് കർത്താവ് ഇന്ന് പകലിൽ കടന്നു വരികയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. നിന്റെ പ്രശ്നത്തിലേക്ക്, ആമേൻ, നിന്റെ വ്യാകുല ചിന്തകളിലേക്ക് കർത്താവ് കടന്നു വരികയാണ്. വിശ്വസിക്കേ, ദൈവത്തിന്റെ മഹത്വം നീ കാണും. ഹല്ലേലൂയ. ഒരിക്കൽ അബ്രഹാം തന്റെ വാഗ്ദത്ത സന്തതിയായ ഇസഹാക്കിനെയും കൂട്ടിക്കൊണ്ട് മോറിയ മലയിലേക്ക് യാഗത്തിന് വേണ്ടി കടന്നു പോകുമ്പോൾ, അവൻ ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 7-8 വാക്യങ്ങൾ പഠിക്കുമ്പോൾ നമുക്കവിടെ കാണാൻ കഴിയും. ഇസഹാക്ക് അപ്പനായ അബ്രഹാമിനോട് ചോദിക്കുകയാണ്, അപ്പാ, തീയും, ആമേൻ, ഹല്ലേലൂയ, വിറകും തീയുമുണ്ട്, ആമേൻ, എന്നാൽ യാഗത്തിന് വേണ്ടുന്ന ആട്ടിൻകുട്ടി എവിടെ? സ്തോത്രം എന്ന് ഇസഹാക്ക് ചോദിക്കുമ്പോൾ, ആമേൻ, അബ്രഹാം പറയുകയാണ്, മകനെ, അത് ദൈവം കരുതിക്കൊള്ളും. ദൈവം നിന്റെ തലമുറയ്ക്ക് വേണ്ടി ചിലത് കരുതി വെച്ചിട്ടുണ്ട്. പ്രാർത്ഥിക്കുന്ന മാതാവേ, പ്രാർത്ഥിക്കുന്ന പിതാവേ, നീ തലമുറയ്ക്ക് വേണ്ടി ഒന്നും കരുതിയിട്ടില്ല, ആമേൻ, ഇതുവരെ ഒന്നും കരുതുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് നിന്റെ ജീവിതത്തിൽ നീ പറയുന്നു എങ്കിൽ ഇന്നു മുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങ്. ആമേൻ, വിശ്വസിക്കാൻ തുടങ്ങ്. നിന്റെ തലമുറയ്ക്ക് വേണ്ടി ഏറ്റവും ശ്രേഷ്ഠമായത് ഒന്ന് എന്റെ സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുകയാണ്. എല്ലാ വഴികളും നിന്റെ ജീവിതത്തിൽ അടയുമ്പോൾ, എല്ലാ പ്രതീക്ഷകളും നിന്റെ ജീവിതത്തിൽ, ആമേൻ, നഷ്ടമാകുമ്പോൾ, ദൈവം തന്റെ വഴി നിനക്കായി തുറക്കും. ദൈവം തന്റെ വാതിലുകൾ നിനക്ക് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി, നിന്റെ ദേശത്ത് തുറന്നു തരുവാൻ ദൈവം മതിയായ ദൈവമാണ്. അതുകൊണ്ട് വിശ്വസിക്കുക. നിങ്ങൾ വിശ്വസിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ശ്രേഷ്ഠമായത് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ടി കരുതും. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ വചനത്തിന്റെ മുൻപിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. കണ്ണുനീരോടെ ഈ നാളുകൾ യാത്ര ചെയ്യുന്നവർ, വേദനയോടെ കഴിച്ചുകൂട്ടുന്നവർ, ആമേൻ, വർഷങ്ങൾ കൊണ്ട് ദൈവസന്നദ്ധിയിൽ വന്നിട്ടും വേണ്ടുന്ന വിധത്തിൽ, ആമേൻ, അനുഗ്രഹ സമൃദ്ധിയിലേക്ക് ചെന്നെത്തുവാൻ കഴിയാതെ ഇന്നും ഭാരത്തോടെ കഴിച്ചുകൂട്ടുന്നവർ, രോഗികളായി ഭാരപ്പെടുന്നവർ, കടബാധ്യതയിൽ കഴിയുന്നവർ, ആമേൻ, കർത്താവ് ഇന്ന് പകൽക്കാലം അവരുടെ ജീവിതത്തിലേക്ക് സ്വർഗത്തിലെ വിടുതൽ സംഭവിക്കട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ വചനം കേട്ട സകല പ്രിയപ്പെട്ടവരെയും യേശുവിൻ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മഹത്വം അങ്ങെടുക്കൂ, യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ,
ആമേൻ. വിശ്വസിക്കേ, ദൈവം നിങ്ങൾക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുന്നു. ഗോഡ് ബ്ലെസ് യു.